ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കൾക്ക് തൂക്കം കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കാത്ത അച്ഛനമ്മമാർ കുറവായിരിക്കും. നമ്മുടെ നാട്ടിലൊരു പതിവുണ്ട്. കുട്ടിക്ക് ഇത്തിരി തടി കുറഞ്ഞാൽ ഉടനെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, ഇവന് വീട്ടിലൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ എന്ന്. ഈ ചോദ്യം കേട്ട് ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. വെറുതെ തടി കൂട്ടാനല്ല, നല്ല ആരോഗ്യമുള്ള മസിൽ ബലമുള്ള കുട്ടികളായി വളർത്താൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ നൽകണം എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഒരുപാട് അറിവുകളും ഡയറ്റ് പ്ലാനുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് തൂക്കം കൂടുന്നില്ല? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികളും ഉരുളൻ കുട്ടികൾ ആവണം എന്നില്ല. കുട്ടിയുടെ ആക്ടിവിറ്റി നോക്കണം. നന്നായി കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പേടിക്കാനില്ല. എങ്കിലും തൂക്കം തീരെ കുറവാണെങ്കിൽ അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന് ജനറ്റിക്സ് ആണ്, അതായത് ജനിതകപരമായ കാര്യങ്ങളാണ്. രണ്ടാമത് ശരിയായ സമയത്ത് ഭക്ഷണം നൽകാതിരിക്കുന്നത്. മൂന്നാമത്തേത് ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കുറവ്. നമ്മൾ മലയാളികൾ ചോറ് വാരി കൊടുക്കും, പക്ഷേ മസിൽ വളരാൻ വേണ്ട പ്രോട്ടീൻ കൊടുക്കാൻ മറന്നുപോകും. പ്രായം തിരിച്ചറിഞ്ഞുള്ള ഭക്ഷണക്രമം, അതായത് 6 മാസം മുതലുള്ള ഭക്ഷണക്രമമാണ് പറയുന്നത്. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുക. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം നേന്ത്രക്കായ പൊടിയായിരിക്കണം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടോഡ്സ് ആൻഡ് മോംസ് പോലുള്ള ബ്രാൻഡുകളുടെ നേന്ത്രക്കായ പൊടി ധൈര്യമായി ഉപയോഗിക്കാം. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. എന്ത് റെസിപ്പിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കേണ്ടതെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. നേന്ത്രക്കായ പൊടി പാലും, അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ വെള്ളം ചേർക്കാം. നന്നായി കുറുക്കി അതിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് നൽകുക. മിൽമ നെയ്യാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നെയ്യ് കൊഴുപ്പിനും ബുദ്ധിശക്തിക്കും നല്ലതാണ്. അടുത്തതായി കുഞ്ഞുങ്ങളുടെ തൂക്കം കൂടാൻ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞല്ലോ. ഇതിന് ഏറ്റവും നല്ലത് മുട്ടയാണ്. മുട്ടയുടെ ഉപയോഗം, അതായത് 8 മാസം മുതൽ മുട്ടയുടെ മഞ്ഞക്കരു കൊടുത്തു തുടങ്ങാം. 1 വയസ്സ് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയും നൽകാം. ദിവസവും 1 മുട്ട നൽകുന്നത് കുട്ടിയുടെ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തതായി പരിപ്പ് വർഗ്ഗങ്ങളാണ്, അതായത് ചെറുപയർ പരിപ്പ്, ഉഴുന്ന്, തുവരപ്പരിപ്പ് എന്നിവ നന്നായി വേവിച്ചുടച്ച് ചോറിൽ ചേർത്ത് കൊടുക്കാം. പയർവർഗ്ഗങ്ങൾ നെയ്യിൽ വറുത്തു കൊടുക്കുന്നതും രുചി വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ റെസിപ്പിയാണ് അല്പം അരിയും ചെറുപയർ പരിപ്പും കൂടി കുക്കറിൽ നന്നായി വേവിക്കുക. ഇതിലേക്ക് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർക്കാം. വെന്തതിന് ശേഷം നന്നായി ഉടച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചേർക്കുക. ഇത് കുട്ടിക്ക് കൊടുക്കാം. ഇതും തൂക്കം കൂടാൻ ഒരു നല്ല റെസിപ്പിയാണ്. അടുത്തതായി നട്ട്സ് പൗഡറാണ്. തൂക്കം കൂടാൻ ഏറ്റവും എളുപ്പ വഴി നട്ട്സ് പൗഡറാണ്. കശുവണ്ടി, ബദാം, പിസ്ത, വാൾനട്ട് എന്നിവ തുല്യ അളവിലെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വയ്ക്കുക. ഇത് കുറുക്കിലോ പാലിലോ 1 സ്പൂൺ ചേർത്ത് നൽകാം. അഥവാ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പാടാണെങ്കിൽ ഏർലി ഫുഡ്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ കടകളിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് മാംസാഹാരവും പാലുമാണ്, അതായത് ചിക്കനും മീനും എപ്പോൾ കൊടുക്കാം? 10 മാസം കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചിക്കൻ സൂപ്പോ മുള്ളില്ലാത്ത മീൻ വേവിച്ചതോ നൽകി തുടങ്ങാം. ഇത് ശരീരത്തിന് ആവശ്യമായ ഒമേഗ 3 ഫാറ്റി ആസിഡ് നൽകും. പശുവിൻ പാൽ 1 വയസ്സിന് ശേഷം മാത്രം ശീലമാക്കുക. നമ്മൾ എത്ര ഭക്ഷണം കൊടുത്തിട്ടും ചിലപ്പോൾ കുട്ടികൾക്ക് തൂക്കം കൂടില്ല. കുട്ടി വല്ലാതെ ആക്റ്റീവ് ആണെങ്കിൽ അവർക്ക് കലോറി ആവശ്യമാണ്. കുട്ടിയുടെ വയറ്റിൽ വിരശല്യം ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന പോഷകാഹാരങ്ങൾ വിരകൾ കൊണ്ടുപോകും. അതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് ഡീവോമിംഗ് ചെയ്യണം. ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കുറവ്, അതായത് മസിൽ വളരാൻ പ്രോട്ടീൻ വേണം, തടി വരാൻ ഹെൽത്തി ഫാറ്റും ആവശ്യമാണ്. ഇനി ഒരു ഡയറ്റ് പ്ലാനാണ്. അതായത് രാവിലെ എഴുന്നേറ്റാൽ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടിയത് കുഞ്ഞിന് കൊടുക്കാം. ഉച്ചയ്ക്ക് പരിപ്പും നെയ്യും ചേർത്ത ചോറ് നൽകാം. വൈകുന്നേരം നട്ട്സ് ചേർത്ത പൗഡർ പാൽ നൽകാം. രാത്രിയിൽ നേർത്ത രീതിയിലുള്ള ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളോ നൽകാം. TV കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന ശീലം ഒഴിവാക്കണം. കുട്ടി വിശ്രമിക്കുമ്പോൾ മാത്രം കൊടുക്കുക, പക്ഷേ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കണം. അപ്പോൾ അമ്മമാരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തൂക്കത്തിൽ 1 മാസത്തിനുള്ളിൽ മാറ്റം കാണാൻ സാധിക്കും. കുഞ്ഞിനെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത്.
അവർക്കിഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് നൽകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉറപ്പാണ്. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, തെറ്റുകുറ്റങ്ങളും കമൻ്റായി പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വെഗൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.